ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷുഡ് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആദ്യവാക്യം, ആർട്ടിക്കിൾ 1-1 വാക്യം അംബേദ്കറാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിനും അദ്ദേഹം ഭേദഗതി വയ്ക്കുന്നു. ഇന്ത്യ എന്നുള്ളതല്ല ആദ്യം വേണ്ടത്, ഭാരതം എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അതും ഒട്ടിനിട്ട് തള്ളുന്നുണ്ട്. അങ്ങനെ കാമത്ത് ഇത് സ്ഥിരം ഭേദഗതി കൊണ്ടുവരുന്ന ഒരാളാണ്. ഈ ഭേദഗതി അദ്ദേഹം പിൻവലിച്ചില്ല. പിന്നീട് ബംഗാളിൽ നിന്നൊരു അംഗമുണ്ട്, പൂർണിമ ബാനർജി എന്ന് പേരായ ഒരു അംഗമുണ്ട്. അപ്പൊ അവര് പറയുന്ന കൗതുകമുള്ള ഒരു കാര്യം ഭേദഗതി പിൻവലിക്കണം, അല്ലെങ്കിൽ അവര് പറഞ്ഞത് കൗതുകമുള്ള മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ ദൈവത്തെ ഒട്ടിനിടേണ്ടി വരും. അങ്ങനെ ദൈവത്തെ ഒട്ടിനിടുന്നത് ദൈവത്തിനും നല്ലതല്ല, നാട്ടുകാർക്കും നല്ലതല്ല എന്നുള്ളത് കൊണ്ട് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പിൻവലിച്ചില്ല. അവസാനം ഒട്ടിനിട്ട് 43 വോട്ടോ മറ്റാണ് ദൈവത്തിന് കിട്ടിയത്. 68 വോട്ട് നാട്ടുകാർക്ക് കിട്ടി. അങ്ങനെ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു സൂചന കൂടിയാണ്. വാസ്തവത്തില് ദൈവത്തെ ഒട്ടിനിട്ട് പരാജയപ്പെടുത്തിയിട്ടാണ് വാസ്തവത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ഈ രാഷ്ട്രത്തിന്റെ സ്വഭാവ നിർവചനം പോലെയുള്ള ഒരാദ്യവാക്യം അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെ ധാരാളം വിശദാംശങ്ങൾ നമുക്ക് ഈ ഭരണഘടനാ അസംബ്ലി ചർച്ചകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ചർച്ചകളുടെ സന്ദർഭത്തിലാണ് അംബേദ്കർ ഈ കരട് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഭരണഘടന ധാരാളമായി 35-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ചു എന്ന കാര്യത്തോട് പ്രതികരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ഈ ആശയങ്ങൾ ധാരാളമായിട്ട് 35-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അവയൊന്നും എന്താ പറയുക ഭരണഘടനാപരം എന്ന് പറയാവുന്ന കാര്യങ്ങളല്ല, മറിച്ച് ഭരണനിർവഹണപരമാണ്, അഡ്മിനിസ്ട്രേറ്റീവാണ്. സാധാരണ നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾ, സൂചനകൾ ഭരണഘടനയുടെ ഭാഗമാവേണ്ടതല്ല. അത് എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, ലെജിസ്ലേച്ചറാണ് അതെല്ലാം വ്യവസ്ഥപ്പെടുത്തേണ്ടത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അവിടെയാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊരാശയം, ഭരണഘടനാപരമായ ധാർമ്മികത എന്ന ആശയം. ആ ആശയം അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ച് ഭരണഘടനാ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഭരണനിർവഹണം നടക്കുക എന്നുള്ളത് സ്വാഭാവികമല്ല. കാരണം ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യത്തെയോ ജനാധിപത്യത്തെയോ സാഹോദര്യത്തെയോ സമത്വഭാവത്തെയോ ഒന്നും ഉൾക്കൊള്ളുന്നതല്ല ഇന്ത്യൻ സമൂഹം പരമ്പരാഗതമായി. മറിച്ച് ജാതീയമായി തട്ടുതിരിക്കപ്പെട്ടതും മനുഷ്യർക്കിടയിലെ അസമത്വത്തെ, അതിപ്രാകൃതമായ അസമത്വത്തെ സ്വാഭാവികമെന്ന് കരുതി കൊണ്ടു നടക്കുന്നതുമാണ് ഇന്ത്യൻ സമൂഹം നൂറ്റാണ്ടുകളായി. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ പറഞ്ഞ ഒരു കുഴഞ്ഞ മണ്ണിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു കൂടാരാണ്, എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്നതാണ്. അതുകൊണ്ട് ഭരണനിർവഹണത്തിന്റെ ഓരോ വിശദാംശങ്ങളും ഭരണഘടനാപരമായി തന്നെ ഉറപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണനിർവഹണപരമായ കാര്യങ്ങൾ മറ്റു ഭരണഘടനകൾ ഇല്ലാത്ത പോലെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും, നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാക്കേണ്ടി വരും. അതുകൊണ്ട് ബൃഹത്തായ ഒരു ഭരണഘടന ഇന്ത്യക്ക് ആവശ്യമായി തീരുന്നത് അതുകൊണ്ടാണ് എന്ന കാര്യം അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ആശയം അദ്ദേഹം മുഖ്യമായിട്ടും ഭരണഘടനാ ചർച്ചയിൽ അവതരിപ്പിക്കുന്നത്. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ജോർജ് ഗ്രോട്ട് എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ചിന്തകന്മാരിൽ ഒരാൾ, അഥീനിയൻ ഡെമോക്രസിയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആലോചനകളാണ് ഈ ഭരണഘടനാ ധാർമ്മികത എന്ന സങ്കല്പവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമൂഹം ആ സമൂഹത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾ ആകുന്നത്ര വ്യാപിച്ചില്ലെങ്കിൽ, ഭൂരിപക്ഷം പേരുടെ ഇടയിലല്ല, സമൂഹത്തിൽ അപ്പാടെ ഭരണഘടനാ മൂല്യങ്ങൾ വ്യാപിച്ചില്ലെങ്കിൽ, അത് താഴേക്ക് എത്തിയില്ലെങ്കിൽ, അതിന് വഴങ്ങാതെ നിൽക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷം പോലും ഭരണഘടനാ വാഴ്ചയെ അട്ടിമറിക്കാൻ കൽപ്പുള്ളവരായിട്ട് അവശേഷിക്കും. അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളുടെ വ്യാപനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയും, ഈ ഭരണഘടനാ മൂല്യങ്ങളുടെ വ്യാപനം സ്വാഭാവികമായി നടക്കാൻ വളരെ പ്രയാസമുള്ളൊരു സമൂഹമാണ് നമ്മുടേത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായൊരു വൈരുദ്ധ്യം ഭരണഘടനാപരമായ മൂല്യങ്ങളെ നിലനിർത്താൻ പറ്റാത്ത നിലയിലുള്ള ഒന്നാണ് എന്ന കാര്യം അദ്ദേഹം അപ്പോഴേ സൂചിപ്പിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം ഇന്ന് ചിലപ്പോൾ കൂടുതൽ ശരിയാണ്, പൊളിറ്റിക്കൽ മെജോറിറ്റിയും കമ്മ്യൂണൽ മെജോറിറ്റിയും എന്ന ആശയം. കമ്മ്യൂണൽ മെജോറിറ്റിയെ നിങ്ങൾക്ക് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റില്ല, പൊളിറ്റിക്കൽ മെജോറിറ്റിയെ നിങ്ങൾക്ക് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പൊളിറ്റിക്കൽ മെജോറിറ്റിയുടെ മറപറ്റി
കമ്മ്യൂണൽ മെജോറിറ്റി ഉയർന്നു വരാമെന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ് എന്ന് അദ്ദേഹം പറയുന്ന കാലത്ത് അദ്ദേഹം എന്താണോ കരുതിയിരുന്നത് അതിനേക്കാൾ എത്രയോ മാരകമായ നിലയിൽ ഇന്ന് പൊളിറ്റിക്കൽ മെജോറിറ്റി കമ്മ്യൂണൽ മെജോറിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം ആ സന്ദർഭത്തിൽ ഈ ജോർജ് ഗ്രോട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് ഭരണഘടനാപരമായ ധാർമ്മികത എന്ന് പറയുന്ന ആശയത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഞാനൊരു ഭാഗം അതിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയാം. അദ്ദേഹം പറയുന്നത്, while everybody recognizes the necessity of the diffusion of the constitutional morality for the peaceful working of a democratic constitution, there are two things interconnected with it which are not unfortunately generally recognized. One is that the form of administration had a close connection with the form of constitution. The form of administration must be appropriate to and in the same sense as the form of the constitution. The other is that it is perfectly possible to prevent the constitution without changing its form by merely changing the form of the administration and to make it inconsistent and opposite to the spirit of the constitution. അംബേദ്കർ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ സ്പിരിറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അപ്പം അദ്ദേഹം 2 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞത്. എല്ലാവരും ഭരണഘടനയുടെ അർത്ഥപൂർണമായ വിനിയോഗത്തിന് ഭരണഘടനാ മൂല്യങ്ങൾ വ്യാപിക്കണം, സമൂഹത്തിലാകെ വ്യാപിക്കണമെന്ന് പറയുന്നു. പക്ഷെ 2 ഗുരുതരമായ അപകടങ്ങളെ വേണ്ട പോലെ നാം പരിഗണിക്കുന്നില്ല. ഇത് 46-ലാണ് കേട്ടോ, ഈ ചർച്ചയുടെ അവതരണ സന്ദർഭത്തിൽ പറയുന്നതാണ്. അതിൽ ഒന്നാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവായ ലോജിക്കും കോൺസ്റ്റിറ്റ്യൂഷണലായ മൊറാലിറ്റിയും തമ്മിൽ ഒത്തുപോകണം. ഭരണനിർവഹണത്തിൻ്റെ രീതിയും ഭരണഘടനാ മൂല്യങ്ങളും തമ്മിൽ പരസ്പര ബന്ധമുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഭരണനിർവഹണം കൊണ്ട് തന്നെ ഭരണഘടനയെ റദ്ദാക്കാനാകും എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഇന്ന് കഴിയുന്നത്. അംബേദ്കർ അന്നേ സൂചിപ്പിക്കുന്നുണ്ട്, ഭരണഘടനാ മൂല്യങ്ങൾ വ്യാപിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഈ 2 അപകടങ്ങളുണ്ട്. ഭരണനിർവഹണം, അഡ്മിനിസ്ട്രേറ്റീവായ പ്രക്രിയ ഭരണഘടനാ മൂല്യങ്ങൾക്ക് നിരക്കുന്നതാകണം, അത് ഉറപ്പിക്കാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ റദ്ദാക്കാനായിട്ട് ഈ സംവിധാനത്തിന് കഴിയും. വാസ്തവത്തിൽ 46-ല് ഈ കരട് അവതരിപ്പിച്ചുകൊണ്ട് അംബേദ്കർ നടത്തുന്ന ഈ നിരീക്ഷണങ്ങൾ ഇന്ന് എത്രയോ വലിയ അളവിൽ നമ്മെ സ്പർശിക്കുന്ന യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നതാണ് വസ്തുത. അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യയിൽ സഹജമായി ജനാധിപത്യത്തിന് നിലനിൽക്കാനുള്ള വേരില്ല എന്ന വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം സഹസ്രാബ്ദങ്ങൾ കൊണ്ട് വികസിച്ചു വന്ന ഇന്ത്യയിലെ ജാതിബന്ധങ്ങൾ ജനാധിപത്യത്തെ അടിസ്ഥാനപരമായിട്ട് മാറ്റുന്നുണ്ട്. ആ മാറ്റിയ സവിശേഷതയെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ കൂടി ശ്രമിച്ചാൽ മാത്രമേ വാസ്തവത്തിൽ ഭരണഘടനയ്ക്ക് ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയും. വാസ്തവത്തിൽ ആ പ്രതിരോധ ശ്രമം അദ്ദേഹം പലതലങ്ങളിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന് ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ടൊന്നും കഴിഞ്ഞില്ല. ഇപ്പോൾ ഇന്ത്യയിലെ കൃഷിഭൂമി മുഴുവൻ പൊതു ഉടമസ്ഥതയിലാകണം എന്ന് അംബേദ്കർ വാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളെല്ലാം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാകണം എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു സ്റ്റേറ്റ് സോഷ്യലിസത്തിന്റെ പൊസിഷനാണ് അദ്ദേഹം എടുക്കുന്നത്. പക്ഷെ അതൊന്നും ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ട് ഭരണഘടനാ അസംബ്ലി പൊതുവെ സമ്മതിച്ചില്ല. ഒരുപക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ പാർലമെന്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ഹിന്ദുക്കളുടെ എണ്ണം നിജപ്പെടുത്തണം എന്ന നിർദ്ദേശം അദ്ദേഹം വയ്ക്കുന്നു. കാരണം അല്ലെങ്കിൽ മെജോറിറ്റേറിയനിസം ഡെമോക്രസിയുടെ വേഷത്തിൽ വരും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇതറിയാം, കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UP-ൽ 80 സീറ്റുണ്ട്. UP ജനസംഖ്യയിൽ ഏതാണ്ട് 15-20% മുസ്ലിങ്ങളാണ്. ഈ 80 പേര് ജയിച്ചതിൽ ഒരാൾ പോലും മുസ്ലിമായിട്ടില്ല. ഇങ്ങനെ ഭരണഘടന നിലനിൽക്കെ തന്നെ, തെരഞ്ഞെടുപ്പുകൾ നിലനിൽക്കെ തന്നെ, ആ തെരഞ്ഞെടുപ്പുകളും ഭരണഘടനാ സംവിധാനങ്ങളും ഒക്കെ നിലനിൽക്കെ തന്നെ അതിനുള്ളിലൂടെ മെജോറിറ്റേറിയനിസത്തെ വളർത്തിക്കൊണ്ടുവരാനും ഭരണഘടനയെ അട്ടിമറിക്കാനും